ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഒരു 3 മാസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡാക്കുന്നത്. കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവധിക്കാലത്ത് റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ അമ്മയുടെ വീട്ടിൽ ഒത്തുചേരുമായിരുന്നേ. ഒരു മാസത്തേക്കൊക്കെ അവിടെ ഉണ്ടാവും. അമ്മയുടെ ചേച്ചിയും മക്കളൊക്കെ അങ്ങ് കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ അവധിക്കാലത്താണ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണാറ്. ഇപ്പോൾ ചേച്ചി അങ്ങ് ചെന്നൈയിലാണ്. അപ്പോൾ ഒരു 2 ദിവസത്തേക്കാണ് ഈ യാത്ര. 2 ദിവസം അവിടെ നിൽക്കുക, വിശേഷങ്ങളൊക്കെ സംസാരിക്കുക, തിരിച്ചു വരിക. അപ്പോൾ ഒന്നാമത്തെ ദിവസം എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണ് ചിലവഴിച്ചത്. ഫുഡൊക്കെ ഉണ്ടാക്കി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അത് നല്ല രസമായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വന്നു. ഫ്രൈഡേ ഈവനിങ് ഞങ്ങളവിടെ എത്തി. അന്ന് ക്ഷീണമൊക്കെ കാരണം എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ആദ്യത്തെ രാവിലെ തന്നെ നല്ല 2 ചായയോടുകൂടി നമ്മുടെ ദിവസം ആരംഭിച്ചിട്ടോ. ചേച്ചി ഉണ്ടാക്കി തന്ന നല്ല സൂപ്പർ ചായ. പിന്നെ രാവിലെ നല്ല നൂൽപുട്ടും കടലക്കറിയായിരുന്നേ. അപ്പോൾ ഈ നൂൽപുട്ട് മേക്കർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് തിരിച്ചുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷേ ഈ നൂൽപുട്ട് മേക്കർ കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. നമ്മൾ ഭയങ്കരമായിട്ട് ശക്തിയൊന്നും ഉപയോഗിക്കേണ്ട. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നൂൽപുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തിരിച്ച് വീട്ടിൽ വന്നാൽ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ച ഒരു സാധനമായിരുന്നു ആ നൂൽപുട്ട് മേക്കർ. രാവിലത്തെ ഫുഡ് ചേച്ചി ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. തലേ ദിവസം കിടക്കുന്ന സമയത്ത് എല്ലാവരോടും വൈകി എഴുന്നേറ്റാൽ മതി നാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകിയൊന്നുമില്ല, എന്നാലും ഞങ്ങളെക്കാളും മുന്നേ ചേച്ചി എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെറിയ ചെറിയ നൂൽപുട്ട് ഉണ്ടാക്കിയതിന് ശേഷം വലിയ നൂൽപുട്ട് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ വലിയ നൂൽപുട്ട് ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ മോൻ വന്നിട്ട് മോൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മോനും കൂടെ ഒന്ന് പ്രസ് ചെയ്തു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഉച്ചക്കത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പാണ്. വെറും ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ അവിടെ പോയത്. ഈ കിച്ചണിൽ ഇരുന്നിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, അവരവരുടെ കഥകൾ പറയുന്നുണ്ട്, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ ഫുഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി അവിടെ കോവക്കുപ്പേരിക്കുള്ള പരിപാടിയിലാണ്. ആ സമയത്ത് ഞാനിവിടെ നല്ല മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നല്ല ചട്ടിയായിരുന്നേ, പുതിയ ചട്ടിയായിരുന്നു. എനിക്ക് ചട്ടി ഒരുപാടങ്ങ് ഇഷ്ടമായി, ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ അടച്ച് വെക്കാനൊരു മൂടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു, കുറച്ച് കറി വെക്കാനും വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അനിയത്തിയുടെ കോവയ്ക്കുപ്പേരി അപ്പുറത്ത് റെഡിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നുള്ള പണി ഫിഷ് ഫ്രൈ ചെയ്യലായിരുന്നു. അപ്പോൾ ആ പണി ഞാൻ അനിയത്തിക്ക് ഇട്ട് കൊടുത്തു. ഫിഷിൽ മസാലയൊക്കെ ആദ്യമേ തേച്ച് കൊടുത്തു. ബാക്കി അത് ഫ്രൈ ചെയ്യുന്ന പണി അവളെ ഏറ്റെടുത്തു. പിന്നെ ഉള്ളത് നല്ല മുളകിട്ടത് ഉണ്ടാക്കലായിരുന്നേ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ നേരത്തെ തന്നെയായി. ആ സമയത്ത് തന്നെ ഞങ്ങൾ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, നൈറ്റ് എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ചിക്കനും മയോണൈസും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ നല്ല മസാലയൊക്കെ തേച്ച് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ചെറിയുള്ളി, തക്കാളി, തൈര്, മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കിയൊരു മസാലയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കിച്ചനോട് ബൈ ബൈ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയിട്ട് എല്ലാവരും കൂടെ എന്തൊക്കെയോ ചെയ്തു. കുട്ടികളോട് കളിച്ചു, അവർ കളിക്കുന്നത് നോക്കി, അവരുടെ സംസാരങ്ങൾ നോക്കിയിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ വയറിന് വിശക്കാൻ തുടങ്ങി. നമ്മൾ കഴിക്കാനിരുന്നു. അപ്പോൾ നിലത്താണ് ഇരുന്നത്. നിലത്ത് പായൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ അതിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ നൈറ്റ് ആയപ്പോൾ ചിക്കൻ നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കാമെന്നേ വിചാരിച്ചത്. പക്ഷേ ഈ ഓവൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആർക്കും ഓവൻ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും ഓവനും നോക്കി ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് കുറച്ച് യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കി. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കി എങ്ങനെയൊക്കെയോ നമ്മൾ ഈ ചിക്കനൊക്കെ അതിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓവന് ചുറ്റും ചക്കക്ക് ചുറ്റും ഈച്ചയിരിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും ഉണ്ട്. മൊത്തത്തിലൊരു 8 പേരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓവനിൽ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പണി അതെടുത്തോളും. ഇനി നമുക്ക് ബാക്കി എണ്ണയിലിട്ട് കുറച്ച് ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു. അതും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഓവൻ അതിൻ്റെ പണി അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി എന്തേ ചെയ്യുന്നതെന്ന് വെച്ചാൽ മയണൈസ് ഉണ്ടാക്കുകയാണ്. പനീർ കൊണ്ടാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് പനീർ കൊണ്ട് മയണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പനീർ കൊണ്ട് മയണൈസ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? പനീർ വേണം, പിന്നെ അണ്ടിപ്പരിപ്പ് വേണം, പിന്നെ പാലിൻ്റെ പാട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെന്താ ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഇതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ മയോണൈസ് റെഡിയായി. പനീർ കൊണ്ടുള്ള മയോണൈസ് റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മയോണൈസ്. അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ റെഡിയായി ഞങ്ങൾ ഈ മയണൈസും കൂട്ടി നന്നായിട്ട് കഴിച്ചു. നമ്മുടെ കുട്ടികൾ വല്ലപ്പോഴൊക്കെ കാണാറുള്ളെങ്കിലും അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതും കേട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.